E20 പെട്രോൾ അഥവാ രാജ്യത്ത് വ്യാപകമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന 20% എഥനോൾ ചേർത്ത പെട്രോൾ. വിമർശനങ്ങൾ ഉയർന്നിട്ടും ഇന്ധനക്ഷമതയെക്കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടിയിട്ടും കേന്ദ്ര സർക്കാർ കടിച്ചു തൂങ്ങിയിരിക്കുന്ന വിഷയം. ഇന്ത്യയിലെ ഇന്ധന വിപണിയിലും വാഹന വിപണിയിലും E20 പെട്രോൾ ഏറെ ചർച്ചയായിരിക്കുകയാണ്. പെട്രോളിൽ 20% എഥനോൾ കലർത്താനായി മോദി സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് E20. തുടക്കത്തിൽ 2030 നടപ്പാക്കാനാണ് കേന്ദ്രം പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ 2024 മുതൽ രാജ്യത്തെ ആയിരക്കണക്കിന് പമ്പുകളിൽ E20 പെട്രോളാണ് വിതരണം ചെയ്യുന്നത്. നിലവിൽ ഇന്ത്യയിലെ ഭൂരിഭാഗം പമ്പുകളിലും ഇത് ലഭ്യമാകുന്നുമുണ്ട്. എന്നാൽ ഉപഭോക്താക്കളും വാഹന നിർമ്മാതാക്കളും E20 കുറിച്ച് നിരവധി ആശങ്കകൾ മുന്നോട്ട് വെച്ചിരുന്നു. ഏറ്റവും വലിയ പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത് എഥനോൾ ചേർത്ത പെട്രോൾ ഉപയോഗിച്ചാൽ വാഹനങ്ങളുടെ മൈലേജ് കുറയുമെന്നതാണ്. വാഹനങ്ങളുടെ മൈലേജ് 5 മുതൽ 7% വരെ കുറയുമെന്നാണ് കാർ നിർമ്മാതാക്കളടക്കം പറയുന്നത്. സാധാരണ പെട്രോളിനെ അപേക്ഷിച്ച് എഥനോളിന് ഊർജ്ജക്ഷമത കുറവാണെന്ന് പഠനങ്ങളും വ്യക്തമാക്കുന്നു. E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ വാഹനങ്ങൾക്ക് 3% മുതൽ 6% വരെ മൈലേജ് കുറയുന്നതായി ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിലും പറയുന്നുണ്ട്. 3.6 കോടിയിലധികം വരുന്ന വാഹന ഉടമകളിൽ പരീക്ഷണം നടത്തുകയല്ലേ കേന്ദ്രമെന്നും വിമർശനങ്ങൾ ഉയർന്നു. മൈലേജിനെ കുറിച്ചുള്ള ആശങ്ക ശരിയാണെന്ന് കേന്ദ്രമന്ത്രിമാരും തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരിയും ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയും പരസ്യമായി ഇത് അംഗീകരിച്ചതാണ്. E20 ഉപയോഗം വാഹനങ്ങളുടെ എഞ്ചിന്റെ ആയുസ് കുറയ്ക്കുമെന്നും പൈപ്പുകളും മെറ്റൽ ഭാഗങ്ങളും തുരുമ്പിക്കാൻ ഇടയുണ്ടാകുമെന്നും എന്നതാണ് മറ്റൊരാശങ്ക. വിശദമായ പഠനങ്ങളില്ലാതെ തിടുക്കപ്പെട്ടാണ് പദ്ധതി നടപ്പാക്കുന്നതെന്നാണ് ഉയരുന്ന മറ്റൊരാരോപണം. 2018 നാഷണൽ പോളിസി ഓൺ ബയോഫ്യൂവൽസ് ഭേദഗതി ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി വേഗത്തിലാക്കുകയാണ് ചെയ്തത്. പഴയ വാഹനങ്ങളുടെ എഞ്ചിൻ തകരാറുകളും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് പഴയ വാഹനങ്ങൾ പരമാവധി 10% എഥനോൾ അതായത് E10 ഉപയോഗിക്കാൻ പാകത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പഴയ വാഹനങ്ങളിൽ E20 പെട്രോൾ തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ ഇന്ധന പൈപ്പുകളിലെയും ടാങ്കിലെയും റബ്ബർ, പ്ലാസ്റ്റിക് ഭാഗങ്ങൾക്ക് വേഗത്തിൽ കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇനി എഥനോൾ ഉൽപാദനത്തിനായി കരിമ്പ്, ചോളം, അരി തുടങ്ങിയ ഭക്ഷ്യവിളകളാണ് ഉപയോഗിക്കുന്നത്. അതിനാൽ ഇത് രാജ്യത്തെ ഭക്ഷ്യസുരക്ഷയെ ബാധിക്കുമെന്നും ഭക്ഷ്യധാന്യങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാകുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി സ്വകാര്യ ഡിസ്റ്റിലറികൾക്ക് മോദി സർക്കാർ തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യം നൽകിയതിന്റെ വിവരങ്ങളും പുറത്തു വന്നിരുന്നു. അതായത് 2022-23 സബ്സിഡി നിരക്കിൽ എഥനോൾ ഉൽപ്പാദനത്തിനായി 15.15 ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യധാന്യം നൽകിയപ്പോൾ സംസ്ഥാനങ്ങൾക്ക് വെറും 1.83 ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യധാന്യമാണ് നൽകിയത്. ഇതിനെല്ലാം പുറമെ രാജ്യത്ത് E20 പദ്ധതി തിടുക്കപ്പെട്ട് നടപ്പാക്കിയതിന് പിന്നിൽ അമേരിക്കയുടെ താല്പര്യങ്ങളുമുണ്ട്. ഇന്ത്യയുടെ എഥനോൾ കലർപ്പ് പദ്ധതി ആദ്യം സ്വാഗതം ചെയ്തത് അമേരിക്കയാണ്. ഇപ്പോൾ തന്നെ മറ്റ് വാണിജ്യ ആവശ്യങ്ങൾക്കായി ഇന്ത്യ ഏറ്റവും അധികം എഥനോൾ ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഇത് ഇന്ധന ആവശ്യങ്ങളിൽ കൂടി അനുവദിച്ചു കിട്ടിയാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന അവസരത്തിലും 2030 പെട്രോളിൽ എഥനോളിന്റെ അളവ് 30% ഉയർത്താനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ രാജ്യത്തെ ചില പമ്പുകളിൽ E85 അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എത്രയൊക്കെ വാദിച്ച് ചോദ്യങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചെങ്കിലും ഉപഭോക്താക്കളുടെ ആശങ്ക ഇപ്പോഴും തുടരുന്നു.